ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലതരത്തിലുള്ള വീഡിയോ സ്ഥാനാർത്ഥികളൊക്കെ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ആണല്ലോ കൂടുതലും ക്യാമ്പയിൻ നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് തയ്യാറാക്കുമ്പോൾ അതിലൊരു വീഡിയോയിൽ നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പെട്ടുപോയി. ആ പെട്ടുപോയ വീഡിയോ ആണെങ്കിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട്. ആ വീഡിയോയുടെ ഉള്ളടക്കം എന്താണെന്നറിയോ? റോഡ് നിർമ്മാണം വൈകിയതിന് കരാറുകാരനെ പരസ്യമായി ശകാരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ MLA. 7 മാസമായി തുടരുന്ന റോഡിന്റെ പണി എങ്ങും എത്താത്തതിന് പിന്നാലെയാണ് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട കടകംപള്ളി കാര്യം പറഞ്ഞത്. ശ്രീകാര്യം കല്ലമ്പള്ളി ഭാഗത്ത് 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം വൈകുന്നതിലാണ് കടകംപള്ളി കരാറുകാരനെ ശകാരിച്ചത്. പക്ഷേ ഈ ശകാരിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. ഷർട്ടിൽ മൈക്ക് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ആ ശകാരം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ശകാരം ഒന്ന് കേൾക്കാം. നിങ്ങളോടൊക്കെ പറയണം, നിങ്ങൾ മെറ്റിലടിച്ചാൽ മതി. വാഹനം പോകാനായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണ്ടേ? മഴ തീർന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. മഴ എല്ലാ ദിവസവും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെപ്പോഴും അടയ്ക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിങ്ങളൊരു കോപ്പം ചെയ്തില്ലെങ്കിലും ആർക്കും കണക്ഷൻ കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല. നിങ്ങൾ ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. മര്യാദയ്ക്ക് പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ പണി ഇവിടെ നിങ്ങൾ നിർത്തി വെച്ചിട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് ഒരു കോപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി ചേന്തിയിൽ ബാലൻസ് എത്ര മാസം കൂടെ എടുക്കുമെന്നാ? മനുഷ്യൻ്റെ ക്ഷമ പരിശോധിക്കുന്നുണ്ട്. അതിലുണ്ട്. ആവാത്ത പണിയൊന്നും എടുത്ത് ഉണ്ടാക്കണ്ടായിരുന്നല്ലോ. അവന്മാർക്ക് ഇത് ഇത്രയും ദിവസമായിട്ട് അത് എടുത്ത് വെക്കാൻ മേലായിരുന്നു. ഇപ്പം എന്തെങ്കിലും പണി ഇവിടെ നടക്കുന്നുണ്ടോ? വെക്കുന്നതിനെന്താ പിന്നെ തടസ്സം എന്താ? അവനോട് ആൾ വെച്ചിട്ട് ഇത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ. നിങ്ങളും കൂടെ വന്നേ. നിങ്ങൾ കുഴിച്ചതിൻ്റെ ചെളി മാറ്റി കൊടുക്കാൻ പറ്റുമോ? ചെളി മാറ്റിയാൽ ഇവിടെ തറയുണ്ട്, റോഡുണ്ട്. കാണുന്നില്ലേ? JCB ഒന്നും വേണ്ട. ഈ മൺവെട്ടി വെച്ചാണ് ചെയ്യാനുള്ളത്. JCB വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുകളിലത്തെ ചെളി JCB വെച്ച് ചെയ്യാൻ പറ്റില്ല. JCB വെച്ച് വീണ്ടും കുത്തി ഇളക്കാനായിരിക്കും പരിപാടി അല്ലേ? അങ്ങനെയൊന്നും JCB വെച്ച് ചെയ്യാൻ പറ്റില്ല. JCB വെച്ച് ചെളി മാറ്റാൻ പറ്റുമോ? മാൻ പവർ ഉപയോഗിച്ച് ചെളി മാറ്റണം. പതുക്കെ കൊത്തിയാൽ മതി. ഇതുപോലെ കൊത്തിയാൽ കിട്ടും. നിങ്ങൾ വേറെ എന്തോന്നാ ചെയ്യാൻ പോകുന്നത് ഇവിടെ? ഇത് എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതെടുത്ത് മൂടാൻ നിങ്ങൾക്ക് വയ്യായിരുന്നോ? ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം? ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണം? അത് പറഞ്ഞാൽ മതി. അങ്ങ് എങ്ങനെ ആയിപ്പോട്ടെന്ന് വിചാരിച്ചിരിക്കുക. അവിടെയാണെങ്കിൽ ഒരു മാറ്റവും വരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. എത്ര ദിവസമായിട്ട് അതങ്ങനെ കിടക്കുകയാണ്. ഇവിടുത്തെ ചെളി മുഴുവൻ മാറ്റി കൊടുക്കണം. ഒരു കാറ് പോകത്തക്ക തരത്തിൽ മാറ്റി കൊടുക്കണം. ഇപ്പോൾ എന്തായാലും MLA ശകാരിച്ച ആ വഴിയിലേക്ക് ഞങ്ങൾ ഒരാളെ വിട്ടിട്ടുണ്ട്. അരുൺ സോളമൻ കല്ലമ്പള്ളിയിൽ എത്തിയോ? ഗുഡ് ഈവനിങ്. എന്തായി വഴിയുടെ കാര്യം? ഒരു വഴിക്കാക്കിയോ? ഇന്നലത്തെ ആ ശകാരവും ആ പെർഫോമൻസും ഒക്കെ പുറത്തു വന്ന ശേഷം എന്താണ് കാഴ്ച? സുജയ, ഗുഡ് ഈവനിങ്. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ധാരാളം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെയും റോഡ് നിർമ്മാണം പൂർത്തിയാകാത്ത പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു MLAയുടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്ന വിമർശനം പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഷോയാണെന്നൊക്കെ ഉള്ള വിമർശനം ഉയരുകയാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടതും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ശ്രീകാര്യം കല്ലമ്പള്ളി എന്ന് പറയുന്ന ഈ സ്ഥലമാണ്. ഇത് ഇടവക്കോട് എന്ന് പറയുന്ന വാർഡ് ഉൾപ്പെടുന്ന ഈ പ്രദേശമാണ്. ഇവിടെ കഴിഞ്ഞ 7 മാസമായി ഈ നിർമ്മാണം നിലച്ചിട്ട് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ ദിവസം ഇപ്പോൾ ഈ കടകംപള്ളി വന്ന് വിമർശിച്ച ഈ സ്ഥലം, ഇവിടെ ഈ കേരള വാട്ടർ അതോറിറ്റിയുടെ സീവേജ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പണികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 7 മാസമായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ വലിയ വിമർശനം. സുജയ, നിലവിൽ ഇപ്പോൾ ഇവിടെ ആരും നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരും തന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ MLA വന്ന് ഇവിടെ ഇടപെട്ടതിനെ തുടർന്ന് വളരെ വേഗത്തിൽ തിടുക്കത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ കുഴി ഇപ്പോൾ മൂടിയ നിലയിലാണ്. ഇതിപ്പോൾ സ്ലാബിട്ട് ഈ സീവേജ് ലൈൻ കൃത്യമായി പൂട്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു പണിയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. വാഹനങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ ടയർ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഇത് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. 7 മാസമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണികൾ ഭവിച്ചു പോയതെന്നുള്ളതാണ് ഒരു ചോദ്യം നാട്ടുകാരടക്കമുള്ളവർ പല ആവർത്തി ചോദിച്ചു. അരുൺ സോളമൻ, എല്ലാവർക്കും ഉണ്ടായ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ പണി മുടങ്ങിക്കിടക്കുമ്പോൾ അതിൽ വന്ന ജനപ്രതിനിധി ഇടപെടുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ വന്ന് ഇടപെടാറുണ്ട്. ചിലരൊക്കെ കുറച്ചൊന്ന് ടെററാക്കിയിട്ടാണ് പോകാറുള്ളത്, ഒന്ന് ദേഷ്യപ്പെട്ടിട്ടൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ അതിനപ്പുറം ഈ മൈക്ക് എന്തിനായിരുന്നു? അദ്ദേഹം അവിടെ മറ്റെന്തെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നോ? സുജയ, അതിനിപ്പോൾ വിശദീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തി അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കടകംപള്ളി ഇവിടെ എത്തി എന്നുള്ളതാണ് അദ്ദേഹം
ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം നൽകിയ ഒരു വിശദീകരണം. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു തൊട്ടടുത്തൊരു പിക്കപ്പ് വാൻ നമ്മൾ കാണുന്നത് പോലെ തന്നെ മുഴുനീളം ചെളിക്കുണ്ടാണ്. ഈ കുണ്ടിൽ ഒരു പിക്കപ്പ് വാൻ്റെ ടയർ ആഴത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് വാനിന് കരകയറാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കരാറുകാരനോട് ശകാരിക്കേണ്ടി വന്നതെന്നുള്ളതാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ നമ്മളൊന്ന് വിളിക്കാനായിട്ട് ഫോണിൽ ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും മൈക്ക് കുത്തിവെച്ച് ശകാരിച്ചു. പക്ഷേ അവിടെ ഈ 1.5 കിലോമീറ്റർ റോഡ് നിർമ്മാണം സാർ ഇന്നും നടക്കുന്നില്ല കേട്ടോ. സാർ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കരാറുകാർ പണിയും നിർത്തി പോയിട്ടുണ്ട്. അതാണ് നിലവിലത്തെ സാഹചര്യം. കല്ലമ്പള്ളിയിൽ അവിടെ പണി നടക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള ഈ ഇടപെടൽ തുടർ ദിവസങ്ങളിലും അങ്ങ് നടത്തേണ്ടി വരും. ആ വഴിയൊന്ന് പൂർത്തിയാകേണ്ടേ? എത്ര കാലമായി ആ വഴിയുടെ പണി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നു. മനോഹരൻ ചേട്ടൻ പറയുന്നു കടകംപള്ളി ചൂടൻ പള്ളി സാർ അടിപൊളി, ഇങ്ങനെയാകണം ജനപ്രതിനിധി. പക്ഷെ അതിനൊരു തുടർച്ച കൂടി വേണം. അത് നമ്മളിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. തെരഞ്ഞെടുപ്പ് ഇല്ലായിരുന്നെങ്കിൽ ആ റോഡ് ഇതിലും ശോചനീയമായേനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴാണോ കണ്ണിൽപ്പെട്ടത്? ഇതെന്തുവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തുവാ എന്ന് തന്നെയാണ് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക്